കർത്താവിനെ സേവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഓരോ ദിവസവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരാഗൃഹ ലേഖനങ്ങളോടുള്ള ബന്ധത്തിൽ എഫേസ്യ ലേഖനത്തെ അടിസ്ഥാനമാക്കി നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരികയാണ്. എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്നതായ സ്വർഗീയ അനുഗ്രഹങ്ങൾ എന്നുള്ള 7 കാര്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അതിനെ തുടർന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എഫേസ്യ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് അവരുടെ ശാപഗ്രസ്തമായ 7 കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനിടയായി. ഇന്ന് അതിൻ്റെ തുടർച്ചയായി 3-ാം അധ്യായത്തിൽ നിന്ന് ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയുടെ 7 അനുഭവങ്ങൾ നാം ചിന്തിപ്പാനായിട്ട് പോവുകയാണ്. വാസ്തവത്തിൽ ഇത് ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുവെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെ അനുഭവമാക്കേണ്ടതായ വിഷയങ്ങളാണ് എന്നുകൂടെ ദൈവമക്കൾ മറന്നു പോകരുത്. ഈ കാലങ്ങളിൽ ഈ പഠിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുവാൻ തക്കവണ്ണം നാം എല്ലാവരും വളരെ ഉത്സുകരായിരിക്കണമെന്നുള്ള കാര്യം ഞാൻ ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ചയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ വളർച്ചയുടെ 7 അനുഭവങ്ങളാണ് ഇന്ന് ഈ 3-ാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. അതിനാധാരമായിട്ട് ആരെങ്കിലും ഈ പറയപ്പെടുന്ന വേദഭാഗങ്ങൾ വായിച്ചിരിക്കണം. 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ പ്ലീസ് വായിച്ചാട്ട്. ആരെങ്കിലും ഒരാൾ വായിച്ചാട്ട്. അതുനിമിത്തം ഞാൻ സ്വർഗത്തിൽ സകല കുടുംബത്തിൽ കേൾക്കുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്നെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. പരിജ്ഞാനത്തെ കവിയെന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണം. മതി, താങ്ക് യു. ഇവിടെ വായിച്ചു കേട്ടതായിരിക്കുന്ന ഈ വേദഭാഗം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയും കൂടെയാണെന്ന് നമ്മൾ ഇത്തരണത്തിൽ മറന്നു പോകരുത്. പൗലോസിന്റെ പ്രാർത്ഥനയാണ് ഇവിടുത്തെ ഈ വിഷയമെങ്കിലും ദൈവമക്കളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയെ പരാമർശിക്കുന്ന 7 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത്. ഈ ഭാഗം നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതായിരിക്കുന്ന ഒരു ഭാഗമാകയാൽ ഇത് അല്പം വിശദീകരിച്ച് മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ
പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ പ്രാരംഭമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ദൈവസഭ ഒരു കുടുംബമാണ്. അത് നമുക്കറിയാം. ദൈവസഭ ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിലെ പിതാവാണ് ദൈവം, പിതാവായ ദൈവം. ഈ കുടുംബത്തിലെ മൂത്ത പുത്രനാണ് യേശുക്രിസ്തു. അതോടുള്ള ബന്ധത്തിൽ നാം ഈ കുടുംബത്തിൽ ആരാണ്? ഇളയ സഹോദരി സഹോദരന്മാരാണ്. നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ എന്നുള്ള സ്ഥാനമാണ് ഈ കുടുംബത്തിൽ യേശുവിനുള്ളത്. എന്നാൽ ഇവിടെ പറഞ്ഞത് കേട്ടോ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണം. അപ്പൊ ഈ സ്വർഗീയ കുടുംബത്തിലുള്ളവർ ഒരു കൂട്ടർ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ഒരു കൂട്ടർ എവിടെയുണ്ട്? ഭൂമിയിലുണ്ട്. അതാരാ? ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന വിശ്വാസികളാണ് ഭൂമിയിലുള്ളവർ. സ്വർഗത്തിലുള്ളവരാരാണ്? നമ്മെ വിട്ട് മരണം വഴിയായി കടന്നുപോയി കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന വിശുദ്ധന്മാരാണ് സ്വർഗത്തിലുള്ളത്. അവരും നമ്മളും ഈ സ്വർഗീയ കുടുംബത്തിന്റെ അംഗങ്ങളായതുകൊണ്ടാണ് പൗലോസ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ പൗലോസ് എന്ത് ചെയ്യുകയാണ്? മുട്ടുകുത്തുകയാണ്. അപ്പോൾ സ്വർഗത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരും ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും ഈ കുടുംബത്തിന്റെ അംഗങ്ങളാണ്. പക്ഷെ ഇവരുടെ എല്ലാം പിതാവ് ആരാണ്? ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ട് പൗലോസ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ പ്രാർത്ഥനാ വിഷയങ്ങളാണെങ്കിലും ദൈവമക്കളുടെ ജീവിതത്തിലെ വളർച്ചയുടെ 7 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. എന്നിട്ട് പൗലോസ് പ്രാർത്ഥന ആരംഭിക്കുന്ന എങ്ങനെയാണ്? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം വിഷയം ആരംഭിക്കുകയാണ്. അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച ശക്തിയോടെ എന്ത് ചെയ്യണം? ബലപ്പെടണം. ബലപ്പെടണം. അതാണ് ഒന്നാമത്തെ വിഷയം. എന്താണത്? അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അതാണ് ഒന്നാമത്തെ കാര്യം. പൗലോസ് എഫേസോസുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ വിഷയങ്ങളാണ് ഇവിടുത്തെ കാര്യം. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ, ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ചയുടെ ഒരു പടിയാണത്. ഒന്നാമത്തെ പടിയാണ് ആത്മാവിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ നിങ്ങൾ എന്ത് ചെയ്യണം? ബലപ്പെടണം. ബലപ്പെടണം. ആത്മാവിൽ ശക്തിയോടെ ബലപ്പെടണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായിരിക്കുന്ന സകല പ്രതിസന്ധികളെയും അതിജീവിക്കത്തക്കവണ്ണം ശക്തമായ പ്രതിരോധന ശക്തിയോടെ ദൈവമക്കൾ പുഷ്ടിപ്പെടണമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ആത്മാവിൽ ശക്തിയോടെ ദൈവമക്കൾ ഓരോ ദിവസവും ബലപ്പെടുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ വിശ്വാസ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ പ്രതിസന്ധികളെ നമുക്ക് ഒരിക്കലും അതിനെ അതിജീവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം കൂടെയാണ് ഇത്.
ദൈവമക്കൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ആത്മാവിൽ ശക്തിയോട് അവരെന്ത് ചെയ്യണം? ബലപ്പെടേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ വിശ്വാസ ജീവിതത്തിന്റെ പ്രാരംഭ സമയത്ത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് താൻ യേശുവിനെ കണ്ടതായിരിക്കുന്ന സമയം മുതൽ തുടർന്നുള്ള ഭാഗങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നാം തുടർന്ന് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണെന്നറിയാമോ? ശൗലോ മേൽക്കുമേൽ എന്ത് ചെയ്തു? ശക്തി പ്രാപിച്ചു എന്ന് അവിടെ കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ അങ്ങനെ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ നദികളെ വൃക്ഷങ്ങളെ നനയ്ക്കുവാനായിട്ട് ഒരു നദി പുറപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ആ നദിക്ക് 4 ശാഖകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണത്? പീശോൻ, ഗീഹോൻ, ഹിദക്കേൽ, ഫ്രാത്ത്, അല്ലെ? പീശോൻ എന്ന് പറയുന്നതായിരിക്കുന്ന നദി അടിയൊഴുക്കുള്ളതായൊരു നദിയാണ്. അടിയൊഴുക്കുള്ളൊരു നദിയാണ് ഏത്? പീശോൻ നദി. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന പീശോൻ നദിയിൽ ആ ഒഴുക്കിന് സമാനം നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം? ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കണമെന്നാ പറയുന്നതിന്റെ അർത്ഥം. ആ ശക്തി പൗലോസ് എഴുതിയതായ ലേഖനത്തിന്റെ വായനക്കാർ അല്ലെങ്കിൽ വിശ്വാസികൾ ആ ശക്തിയാൽ എന്ത് ചെയ്യണം? ബലപ്പെടണമെന്നാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. പൗലോസിന്റെ അനുഭവം കൂടെ അത് കേട്ടോ. പൗലോസിന്റെ ജീവിതം നാം ശ്രദ്ധിച്ചാൽ താന് പ്രാപിച്ചതായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പൗലോസ് എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? അത് ആത്മശക്തിയാൽ ബലപ്പെട്ടുകൊണ്ടിരുന്നതായിട്ട് കാണാൻ കഴിയും. അതാണ് പൗലോസിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ താൻ ആഗ്രഹിക്കുന്നതും വിശ്വാസികളും അവരാരായിരിക്കണം? ആത്മാവിന്റെ ശക്തിയോടെ അവർ ബലപ്പെടുന്നവരായിരിക്കണമെന്നാണ് പൗലോസ് ആഗ്രഹിച്ച് അത് പ്രാർത്ഥിക്കുകയും അത് എഴുതുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവമക്കൾ ആ ശക്തി പ്രാപിച്ചവരാണ്. കാലാകാലങ്ങളിലായിട്ട് നാം ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചവരാണ്. അങ്ങനെ ആ ശക്തി പ്രാപിച്ചിരിക്കുന്നവർ ആ ഒരു പ്രാവശ്യം പ്രാപിച്ചത് കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാകരുത്. അവർ ദിനംതോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ആ ശക്തിയാൽ അവർ ബലപ്പെട്ടുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ആത്മീയമായിരിക്കുന്ന മണ്ഡലം ദൈവത്താൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടുകയും നമ്മുടെ മാനുഷികമായിരിക്കുന്ന സ്വഭാവം ദൈവത്തിന് കീഴടങ്ങുകയും ചെയ്താൽ മാത്രമേ ആ ശക്തി നമുക്ക് പ്രാപിച്ച് നമുക്ക് ബലപ്പെടാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ ശക്തിയാൽ ബലപ്പെടണമെന്നുള്ളതിന്റെ ഒരു മാർഗമാണ് ഞാനിപ്പോ പറഞ്ഞത്. അതെന്താണ്? നാം രണ്ട് വിധത്തിലുള്ളതായിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം. ഒന്ന്, ആത്മീയ മണ്ഡലത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അതുപോലെ മാനുഷികമായ സ്വഭാവവും നമുക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മീയ മണ്ഡലം ദൈവത്താൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടുന്നവരോട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ആത്മീയ മണ്ഡലം പൂർണ്ണമായിട്ട് ദൈവത്തിന് എന്ത് ചെയ്യണം? ദൈവം നിയന്ത്രിക്കുവാനായിട്ട് ഏൽപ്പിക്കണം. അതേ സമയത്ത് നമ്മുടെ മാനുഷികമായ സ്വഭാവം ദൈവ സ്വഭാവത്തിന് അനുരൂപമായി കീഴ്പ്പെടുത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ആത്മാശക്തിയാൽ നമുക്ക് ബലപ്പെടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതെന്തിനാണെന്നാ പറഞ്ഞത്?
നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായിരിക്കുന്ന കഷ്ടങ്ങളെയും പരിശോധനകളെയും പ്രതിസന്ധികളെയും ഒക്കെ ജയിച്ചു മുന്നേറണമെങ്കിൽ ഈ ശക്തി നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അതിന് സഹായകരമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം അതിനാവശ്യമാണ്. വിശുദ്ധിയോടുകൂടെയുള്ള ജീവിതം അതിനാവശ്യമാണ്. ആത്മദാഹം അതിനാവശ്യമാണ്. എങ്കിൽ മാത്രമേ ആത്മാവിൽ ശക്തിയോട് നമുക്ക് ബലപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഏത് ശുശ്രൂഷകളും തടസ്സം കൂടാതെ അത് നിർവഹിക്കണമെങ്കിൽ, ദൈവിക ശുശ്രൂഷയിൽ വിജയികളായി തീരണമെങ്കിൽ, നമ്മുടെ പഠനം കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ പ്രിയപ്പെട്ടവരെ കഴിയത്തില്ല. അതിനെല്ലാം ആവശ്യമായിരിക്കുന്നത് ആത്മശക്തിയാണ് കേട്ടോ. അതുകൊണ്ട് ഈ ആത്മശക്തിയാൽ ദൈവമക്കൾ ബലപ്പെടണം, ബലപ്പെട്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ചയുടെ ഒന്നാമത്തെ പടി. ഞാൻ മുൻപോട്ട് പോവുകയാണ്. രണ്ടാമത്തെ കാര്യം, ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയുടെ രണ്ടാമത്തെ അനുഭവം, രണ്ടാമത്തെ കാര്യം. ഈ ഹെഡിങ് എഴുതി വേണം നിങ്ങൾ റഫ് നോട്ട് എഴുതുവാൻ കേട്ടോ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുക, അതാണ് രണ്ടാമത്തെ പടി. ഇനി ശ്രദ്ധിച്ചാട്ടെ, ആത്മാവിലകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നതിന്റെ ഫലമാണ് ഏത്? ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുക എന്നുള്ളത്. ഇതെല്ലാം തമ്മിൽ ബന്ധമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കർത്താവ് വന്ന് വാസം ചെയ്യുവാൻ ആരംഭിക്കുന്നത്? എപ്പോഴാണ്? ഒരുവൻ രക്ഷിക്കപ്പെടുന്ന സമയത്താണ്. എന്ന് പറഞ്ഞാൽ ഹൃദയം കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിശ്വാസി രക്ഷിക്കപ്പെടുന്ന സമയത്താണ് കർത്താവ് ഒരുവന്റെ ഹൃദയത്തിലേക്ക് വന്ന് വാസം ചെയ്യുവാനായിട്ട് എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. അങ്ങനെ ക്രിസ്തു രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയിൽ വന്ന് വാസം ചെയ്യുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരം പിന്നെ ആരുടെ വകയാ? കർത്താവിന്റെ വകയാ, കർത്താവിന്റെ മന്ദിരമാണ്. ആ വ്യക്തിയിൽ കർത്താവ് എന്ത് ചെയ്യും? പിന്നീട് വാസം ചെയ്യുവാനായിട്ടിടയാകും. കർത്താവ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുകയാണ്? വാസം ചെയ്യുകയാണ്. ഹൃദയം കർത്താവിനായിട്ട് വിട്ടുകൊടുത്താൽ ആ ഹൃദയത്തിൽ പിന്നെ ആരാണ് വാസം ചെയ്യുന്നത്? നമ്മുടെ കർത്താവാ. പിന്നെ ആ കർത്താവിനാൽ വേണം നാം നിയന്ത്രിക്കപ്പെടുവാൻ. കർത്താവ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? കർത്തൃത്വം ചെയ്യുന്നവനെന്നാണ്. അപ്പൊ യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ എന്ത് ചെയ്യുമെന്നാ? രക്ഷിക്കപ്പെടുമെന്നാ വചനം പറയുന്നത് അല്ലെ? റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ നാം കർത്താവായി വായ്കൊണ്ട് ഏറ്റു പറയുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരും, നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുവാനായിട്ട് വരികയാണ്. പിന്നെ
ആ വ്യക്തിയെ ഭരിക്കുകയും ആ വ്യക്തിയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആരാണ്? കർത്താവ്. കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ തക്കവണ്ണം അവൻ ബാധ്യസ്ഥനായി തീരുകയാണ്. അപ്പോൾ കർത്താവ് പിന്നീട് ആ ഹൃദയത്തിൽ എന്ത് ചെയ്യുകയാണ്? വസിക്കുകയാണ്. വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ ആരാണ് വസിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വസിക്കുക എന്നുള്ളതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്വന്തം ഭവനം എന്ന നിലയിൽ സ്ഥിരവാസമുറപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ദൈവം നമുക്ക് പലർക്കും സ്വന്തം ഭവനം തന്നിട്ടുണ്ട്, അല്ലെ? ചിലർക്ക് ഇല്ലായിരിക്കുക. അവർ ചിലപ്പോൾ വാടക വീട്ടിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. എന്നാൽ വാടക വീട്ടിൽ താമസിച്ചാല് ഒരു ദിവസം അവിടുന്ന് എന്ത് ചെയ്യേണ്ടി വരും? ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. എന്നാൽ സ്വന്തം ഭവനമാണെങ്കിൽ ആരെങ്കിലും പറയോ? ഇറങ്ങിപ്പോവാൻ പറയോ? ഇല്ല, പറയത്തില്ല. അപ്പൊ സ്വന്തം ഭവനം എന്ന നിലയിൽ ആ ഭവനത്തിൽ സ്ഥിരവാസം ഉറപ്പിക്കുക എന്നാണ് വസിക്കുക എന്നുള്ളതായിരിക്കുന്ന പദത്തിന്റെ മൂല ഭാഷയിലെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയം വിട്ടുകൊടുത്താൽ ഒരു സ്വന്തം ഭവനമെന്ന നിലയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരവാസം ഉറപ്പിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ: നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധ വിഷയങ്ങളിലും നമ്മുടെ കർത്താവ് മുഖ്യമായിട്ടുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നമ്മുടെ കർത്താവ് മുഖ്യമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. കർത്താവിനെ കൂടാതെ ഒരു ജീവിതം ഉണ്ടായിരിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ചില വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ താമസിക്കുവാനായിട്ട് ഒരു റൂമൊക്കെ ചിലപ്പോൾ അവർ വിട്ടുതരും, അല്ലേ? പക്ഷേ നമ്മൾ അങ്ങനെ താമസിക്കുമ്പോൾ ആ ഭവനത്തിൽ നമുക്കൊരു പരിധിയുണ്ട്, അല്ലേ? ഇന്നിടം വരെ ചെല്ലാം, ഇന്നിടത്ത് ചെല്ലരുത്. അതൊക്കെ സാധാരണയായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? ആ വീട്ടിൽ താമസിച്ചോളാൻ അവർ പറയും. അവർ ചിലപ്പോൾ പറഞ്ഞിരിക്കും, പാസ്റ്ററുടെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ താമസിക്കുന്ന ആ വ്യക്തിക്ക് അറിയാം, ഞാനിവിടെ ഒരു സ്ഥിരതാമസക്കാരനല്ല, അല്ലേ? എന്നാൽ ഇവിടെ നാം ചിന്തിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ സ്വന്തം ഭവനമെന്നുള്ള നിലയിൽ താമസം ഉറപ്പിക്കുന്ന ഒരു അനുഭവമാണ് വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ കർത്താവിനെ നമ്മളെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, നമ്മുടെ കർത്താവിനെ ഹൃദയത്തിലേക്ക് നാം വരാനായിട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ, യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഒരു സ്ഥിരതാമസം എന്നുള്ള നിലയിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണപര്യന്തം വരെ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ സർവവുമായിരിക്കണം എന്ന അർത്ഥത്തിലാണ് ആ വാക്യത്തിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിച്ചു. ഒന്ന്, ആത്മാവിൽ ശക്തിയോടെ നാം ബലപ്പെടണം. രണ്ടാമത് ചിന്തിച്ചത് ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിപ്പാനുള്ളതായിരിക്കുന്ന അടുത്ത കാര്യം, സ്നേഹത്തിൽ നാം വേരൂന്നണം എന്നുള്ളതാണ്. സ്നേഹത്തിൽ നാം വേരൂന്നണം എന്ന വിഷയമാണ്. ഇവിടെ സ്നേഹം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.
സ്നേഹം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം വിദ്വേഷം അവസാനിച്ചു എന്നുള്ളതാ കേട്ടോ. വിദ്വേഷം തീർന്നു എന്നുള്ളതാണ് സ്നേഹമുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അഥവാ സ്നേഹത്തിൽ ഏകീഭവിക്കുക, സ്നേഹത്തിൽ മേൽക്കുമേൽ വർദ്ധിച്ചു വരിക. ഈ പ്രയോഗങ്ങളൊക്കെ പൗലോസിന് വളരെ ഇഷ്ടമുള്ള പ്രയോഗങ്ങളാണ്. നിങ്ങൾ സ്നേഹത്തിൽ ഏകീഭവിക്കണം, പിന്നെ നിങ്ങൾ സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. ഇതൊക്കെ പൗലോസ് ഉപയോഗിക്കുന്ന തൻ്റെ ശൈലികളാണ്. സ്നേഹിക്കണമെന്നല്ല പൗലോസ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വിശ്വാസിയുടെ സ്വഭാവം സ്നേഹമായി മാറണം എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ സ്നേഹത്തിലായിരിക്കണം, ഏത് ദൈവ സ്നേഹത്തിലായിരിക്കണം നമ്മൾ വേരൂന്നേണ്ടത്. വേര് എന്ന് പറയുമ്പോൾ സസ്യശാസ്ത്രപരമായ ഒരു പ്രയോഗമാണ്, അല്ലെ? ഒരു വൃക്ഷത്തിനാണ് വേരുള്ളത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ ഒരു വൃക്ഷത്തോട് സാമ്യപ്പെടുത്തി ചിന്തിച്ചാൽ, അങ്ങനെ ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലേ, ദൈവമക്കളെ വൃക്ഷങ്ങളോട് സാമ്യപ്പെടുത്തി ദൈവവചനത്തിൽ പലയിടങ്ങളിലും പ്രസ്താവിച്ചിട്ടുണ്ട്. 1-ാം സങ്കീർത്തനത്തിൽ തന്നെ എന്താ പറയുന്നത്? നീതിമാനെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 92-ാം സങ്കീർത്തനം പറഞ്ഞിട്ടുണ്ട്, നീതിമാൻ പന പോലെ തഴയ്ക്കും, ഇല്ലേ? 128-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചാൽ അവിടെ കാണാൻ കഴിയും, നിന്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവതൈ പോലെ ഇരിക്കും, ഇല്ലേ? അപ്പൊ ആ ഭാഗങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? ദൈവമക്കളെ വൃക്ഷങ്ങളോട് സാമ്യപ്പെടുത്തി പ്രസ്താവിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? അതിന്റെ വേര, അല്ലെ? വേരില്ലാതെ ഒരു വൃക്ഷത്തിനും ജീവിക്കാൻ കഴിയത്തില്ല. പക്ഷെ വേരാരെങ്കിലും കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല. അതിന്റെ തടിയും അതിന്റെ ശാഖകളും അതിന്റെ ഇലയും അതിന്റെ പൂവും കായും ഒക്കെ മനുഷ്യൻ കാണുന്നുള്ളൂ. പക്ഷെ ആ വൃക്ഷം നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണ്? അതിന് ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന വേരുകളുണ്ട് എന്നുള്ളതാണ്. അവിടെ നാം മനസ്സിലാക്കണം, ഒരു ദൈവ പൈതലിന്റെ വളർച്ച 2 വശങ്ങളിലേക്കാണ്. ഒന്ന് പരസ്യമായിട്ടുള്ള വളർച്ച, 2 രഹസ്യമായിട്ടുള്ള വളർച്ച. ഇത് രണ്ടും ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ വളരെ അർത്ഥവത്തായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു ദൈവ പൈതലിന്റെ ആഴമായിരിക്കുന്ന ആ ഒരു നിലനിൽപ്പ് അവന്റെ വേരിലാണെങ്കിൽ അവന്റെ വേര് സ്നേഹത്തിലേക്ക് ഊന്നണം എന്നാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയത്തുള്ളൂ കേട്ടോ. അപ്പൊ ഒരു വിശ്വാസിയെ ഒരു വൃക്ഷത്തോട് സാമ്യപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയോടുകൂടിയാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ആ വിശ്വാസി സ്നേഹത്തിൽ എന്തായിരിക്കണം? ഊന്നുന്ന ഒരു വ്യക്തിയായിരിക്കണം. എങ്കിൽ മാത്രമേ അവന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവസഭയെ ദൈവത്തിന്റെ തോട്ടത്തോട് ഉത്തമഗീതത്തിൽ സാദൃശീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം. അപ്പൊ ദൈവസഭ ഒരു തോട്ടമാണെങ്കിൽ ഈ തോട്ടത്തിൽ, അല്ലെ, നമുക്കറിയാം, നമ്മൾ ഒരു നല്ല പൂന്തോട്ടം ഉണ്ടാക്കിയാൽ നല്ല ചെടികളാണ് നമ്മൾ പലയിടത്തു നിന്ന് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ വില കൊടുത്താണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ
ഈ സഭയാകുന്ന തോട്ടത്തിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? പുത്രനാകുന്ന യേശുവിന്റെ രക്തമായ വില കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഈ തോട്ടത്തിൽ കൊണ്ട് നമ്മളെ എന്ത് ചെയ്തിരിക്കുക? നട്ടുപിടിപ്പിച്ചിരിക്കുക. എന്തിനാണ് ഒരു മനുഷ്യനൊരു പൂന്തോട്ടം ഉണ്ടാക്കി അതിനെ സംരക്ഷിക്കുന്നത്? എന്തിനാ? അതിൽ നിന്ന് നല്ല ഫലങ്ങൾ കാണാൻ വേണ്ടിയാണ്. ഒന്നുകിൽ ഒരു തോട്ടം ഉണ്ടാക്കിയാൽ ഒന്നുകിൽ അതിന്റെ പൂ, അല്ലെങ്കിൽ അതിന്റെ കായ, അല്ലെങ്കിൽ അതിന്റെ തടി, അല്ലെങ്കിൽ അതിന്റെ തൊലി എന്ന് വേണ്ട, എല്ലാം പ്രദാനം ചെയ്യുന്നത് മനസ്സിലാക്കിയാണ് ആ വൃക്ഷത്തെ നടുന്നതെങ്കിൽ ദൈവത്തിന്റെ തോട്ടമായിരിക്കുന്ന ദൈവസഭയിൽ നമ്മെ, വിവിധ സ്ഥലങ്ങളിലായിരുന്ന നമ്മെ യേശുവിന്റെ ചോര കൊടുത്ത് നമ്മെ കർത്താവ് വിലയ്ക്ക് വാങ്ങിച്ചിട്ട് നമ്മെ തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മിൽ നിന്നെല്ലാം ഫലമാണ് തോട്ടക്കാരൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഈ തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ ഫലമില്ല എങ്കിൽ ഏത് സമയത്തും തോട്ടക്കാരൻ അതിനെ വെട്ടിക്കളയാനുള്ള അനുവാദമുണ്ട്. എന്നാൽ നമ്മെ ദൈവം നിർത്തിയിരിക്കുന്നത് എത്ര കരുണയോടുകൂടിയാണെന്ന് നാം ഓർക്കണം. നമ്മിൽ നിന്ന് ഫലം ആണ് ഈ തോട്ടക്കാരൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം, നമ്മിൽ ഫലമുള്ള വൃക്ഷമാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ തോട്ടത്തിൽ ഫലമുണ്ടായാൽ ഈ ഫലം തോട്ടക്കാരന് അത് ഉപയോഗമായി തീരണം, മറ്റുള്ളവർക്ക് ഉപയോഗമായി തീരണം. അപ്പൊ നമ്മിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന ഫലങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരണം. അതിനുവേണ്ടിയാണ് നമ്മെ തോട്ടത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ വൃക്ഷത്തോടുള്ള ബന്ധത്തിൽ അത്രയും കാര്യങ്ങൾ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. സ്നേഹത്തിൽ വേരൂന്നുന്ന ഒരനുഭവമാണ് ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. അത് ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയുടെ മറ്റൊരു പടിയാണ് എന്നാണ് ഞാൻ ഓർപ്പിച്ചതിന്റെ അർത്ഥം. ഇനി അടുത്തത് എന്താണെന്നറിയാമോ? സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുക എന്നുള്ളതാണ്. അത് രണ്ടും ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നതെങ്കിലും സ്നേഹത്തിൽ വേരൂന്നുന്നത് പോലെ സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നവരായിരിക്കണം? അടിസ്ഥാനപ്പെടുന്നവരായിരിക്കണം. അപ്പം വേര് ഒരു വൃക്ഷത്തോടുള്ള ബന്ധത്തിലാണ് സൂചിപ്പിച്ചതെങ്കിൽ അടിസ്ഥാനപ്പെടുക എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിനോടുള്ള ബന്ധത്തിലാണെന്ന് മറക്കരുത് കേട്ടോ. ഒരു കെട്ടിടത്തോടുള്ള ബന്ധത്തിലാണ് അവിടെ അർത്ഥം വരുന്നത്. സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു പടുകൂറ്റൻ സൗധത്തിന്റെ അടിസ്ഥാന പണിയെയാണ് അത് കുറിക്കുന്നത്. നമുക്കറിയാം, എത്ര വലിയ ഒരു പടുകൂറ്റൻ ബിൽഡിംഗ് ആണ് പണിയുന്നതെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ടിരിക്കേണ്ടത് എന്താണ്? അതിന്റെ അടിസ്ഥാനമാണ്, അല്ലെ? അടിസ്ഥാനത്തിന്മേൽ പണിതെങ്കിൽ മാത്രമേ ആ കെട്ടിടം നിലനിൽക്കത്തുള്ളൂ. സുസ്ഥിരമായ ഒരു നിലനിൽപ്പിന് എന്താണ് ആവശ്യമെന്നറിയാമോ? ഉറപ്പുള്ള ഒരു അടിസ്ഥാനമാണ് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമായിരിക്കണം. ആ സ്നേഹത്തിലായിരിക്കണം നാം അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത്. അപ്പോ ആഴമായ ഒരടിസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ ആ ബിൽഡിംഗ് ഉയരത്തിലേക്ക് പണിയുവാൻ കഴിയത്തുള്ളൂ. അതായത് ബഹുനില കെട്ടിടത്തിന്റെ ആ നിലകളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു മാനദണ്ഡത്തിലാണ് അതിന്റെ അടിസ്ഥാനം ഇടുന്നത്. അത്രമാത്രം സുസ്ഥിരമായ ശക്തമായ ഒരടിസ്ഥാനം ഇട്ടെങ്കിൽ മാത്രമേ ആ ബിൽഡിങ്ങിന് അനേകം നിലകൾ മുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? പണിതുയർത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം
ക്രിസ്തു ആകുന്ന പാറമേലാണ്. എന്നിരുന്നാലും ആ സ്നേഹം അത് നമ്മുടെ അടിസ്ഥാനം ആയിരിക്കുന്ന ഒന്നായിരിക്കണം. പ്രായോഗികമായിരിക്കുന്ന ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ആഴമാർന്ന അനുഭവമുള്ളവരായിരിക്കണം നമ്മൾ. അതുകൊണ്ടാണ് 12-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, അടിസ്ഥാനം മറഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? ആരോ എന്തും ചെയ്യുമെന്ന്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അടിസ്ഥാനം മറഞ്ഞു പോയാൽ എന്തും ചെയ്തു കളയുമെന്ന്. അതാരോ തമാശയായിട്ട് പറഞ്ഞതാണ്. നമുക്കത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ ഒരു നല്ല ഭദ്രതയുള്ള അടിസ്ഥാനമാണ് ആവശ്യമായിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം, വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന എത്രയോ പേര് വിശ്വാസത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയതായിട്ട് നമുക്കറിയില്ലേ. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ അടിസ്ഥാനം ഭദ്രതയുള്ളതായിരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം മുകളിലേക്ക് പടുത്തുയർത്തണമെങ്കിൽ, അത് നിലനിന്ന് പോകണമെങ്കിൽ നല്ല ഒരു അടിസ്ഥാനം നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രമേ നിലനിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ എന്തിനാണ് അടിസ്ഥാനം ഇടുന്നത്? നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണം ശ്രദ്ധിച്ചാൽ, അതായത് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, ആ ഭാഗങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോയിട്ട് അവസാനം കർത്താവ് 2 വീടിനെ സംബന്ധിച്ച് പറഞ്ഞാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്, അല്ലേ? ഒന്ന് മണലിന്മേൽ പണിത വീട്, മറ്റൊന്ന് ആഴക്കുഴിച്ച് പാറമേൽ പണിത വീട്, അല്ലേ? ആ 2 വീടുകളുടെ മേലും മഴ ഉണ്ടായി, കാറ്റടിച്ചു, വെള്ളം പൊങ്ങി. പക്ഷേ മണൽമേൽ പണിത വീട് പെട്ടെന്ന് തകർന്നു പോയി. എന്താ കാരണം? അടിസ്ഥാനം ശരിയായിരുന്നില്ല. എന്നാൽ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതതായിരിക്കുന്ന വീടിന് ഒന്നും സംഭവിച്ചില്ല. മഴ വന്നു, വെള്ളം പൊങ്ങി, കാറ്റടിച്ചു, ആ ബിൽഡിങ്ങിന് ഒന്നും സംഭവിച്ചില്ല. കാരണം ഒരു നല്ല അടിസ്ഥാനമുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, കഷ്ടങ്ങൾ, പരിശോധനകൾ, പരീക്ഷകൾ ഒക്കെ നേരിടാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ഏശാതെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ നേരിടുമ്പോൾ ഉറച്ചു നിൽക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ അതിന് നല്ല ഒരു അടിസ്ഥാനം വേണം. ഒരു വിശ്വാസി നിലനിൽക്കേണ്ട ചില അടിസ്ഥാനങ്ങളെ കുറിച്ച് ഞാൻ പറയാം, അത് നോട്ട് ചെയ്തോണം കേട്ടോ. ഒരു വിശ്വാസി നിലനിൽക്കേണ്ട ചില അടിസ്ഥാനങ്ങൾ ഏതെല്ലാം? ഒരു വിശ്വാസി നിലനിൽക്കേണ്ട ചില അടിസ്ഥാനങ്ങൾ. ഒന്ന്, നിങ്ങള് പിന്നീട് വായിച്ചു നോക്കിയാൽ മതി, ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഒന്ന്, ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം. രണ്ട് തിമോഥെയോസ് 2:19. 2 തിമോഥെയോസ് 2:19. രണ്ട്, പ്രത്യാശയുടെ അടിസ്ഥാനം. പ്രത്യാശയുടെ അടിസ്ഥാനം. കൊലോസ്യർ 1:23. മൂന്ന്, അപ്പോസ്തോലിക അടിസ്ഥാനം.
അപ്പോസ്തോലിക അടിസ്ഥാനം. എഫേസ്യർ 2:20. അടുത്തത് മാനസാന്തരത്തിന്റെ അടിസ്ഥാനം. മാനസാന്തരത്തിന്റെ അടിസ്ഥാനം എബ്രായർ 6:1. എബ്രായർ 6:1. അടുത്തത് സിയോനിൽ ഇട്ടിരിക്കുന്ന ഉറപ്പുള്ള അടിസ്ഥാനം. സിയോനിൽ ഇട്ടിരിക്കുന്ന ഉറപ്പുള്ള അടിസ്ഥാനം. യെശയ്യാവ് 28:16. അടുത്തത് യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. 1 കൊരിന്ത്യർ 3:11. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിന്റെ വളർച്ചയുടെ പടികളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആത്മാവിൽ ശക്തിയോടെ ബലപ്പെടുക, ക്രിസ്തു വിശ്വാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുക, സ്നേഹത്തിൽ വേരൂന്നുക, സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുക. ഇനി അടുത്തത് വീതിയും നീളവും ഉയരവും ആഴവും ഗ്രഹിക്കുക. വീതിയും നീളവും ഉയരവും ആഴവും ഗ്രഹിക്കുക. അപ്പൊ ഏതിന്റെ വീതി, നീളം, ഉയരം, ആഴമാണെന്ന് ഇവിടെ ദൈവസ്നേഹത്തിന്റെയും ദൈവപ്രവൃത്തിയുടെയും മാനദണ്ഡങ്ങളാണെന്ന് നാം അറിഞ്ഞിരിക്കണം. വീതിയും നീളവും ഉയരവും ആഴവും ഗ്രഹിക്കുക. അതേതിന്റെയാണ്? ദൈവസ്നേഹത്തിന്റെയും ദൈവപ്രവൃത്തിയുടെയും മാനദണ്ഡങ്ങളാണെന്ന് നാം അറിഞ്ഞിരിക്കണം. ഇതിനെക്കുറിച്ചൊരു വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത്, ദൈവസ്നേഹത്തിന്റെ നീളം എന്ന് പറയുന്നത് നിത്യത മുതൽ നിത്യത വരെ ഉള്ളതായ കാലഘട്ടമാണ്. ഒരു നിത്യത കഴിഞ്ഞുപോയി, വരാനുള്ളൊരു നിത്യതയുണ്ട്. അപ്പൊ കഴിഞ്ഞുപോയ നിത്യത മുതൽ വരുവാനുള്ളതായിരിക്കുന്ന നിത്യത വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടമാണ് ദൈവസ്നേഹത്തിന്റെ നീളം. വീതിയോ സകല മാനവ വർഗത്തിനും വേണ്ടി ദൈവം ഒരുക്കിയതായിരിക്കുന്ന രക്ഷ, അതാണ് ദൈവസ്നേഹത്തിന്റെ വീതി. ദൈവസ്നേഹത്തിന്റെ ആഴം മനുഷ്യവർഗത്തിനു വേണ്ടി സ്വർഗീയ മഹിമകൾ വിട്ട് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിന്റെ ജഡാവതാരം. അപ്പോൾ സ്വർഗീയ മഹിമകൾ വിട്ട് കർത്താവ് ഒരു മനുഷ്യനായി, ഒരു ജഡമായി ജഡാവതാരം എടുത്ത്
കർത്താവ് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ അതാണ് ദൈവസ്നേഹത്തിന്റെ ആഴം. നമുക്കറിയാം, അമേരിക്കയിൽ നിന്നുള്ള ചില സഹോദരന്മാര് ചന്ദ്രനിൽ കാലുകുത്തി. അവിടെ നിന്ന് അവർ ചില പാറ കഷണങ്ങൾ ശേഖരിച്ചത് ഭൂമിയിൽ കൊണ്ടുവന്നു. നമ്മുടെ മാരാമൺ കൺവെൻഷനിൽ അതിലൊരാള് പ്രാസംഗികനായിട്ട് വന്ന സമയത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പൊതിക്കെട്ട് കടലാസ് പൊതിയിൽ നിന്ന് അദ്ദേഹം ഒരു പാറക്കഷണം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്നതായ പാറക്കഷണമാണ്. അദ്ദേഹം ബാക്കി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാന് ചന്ദ്രനിൽ ചെന്നിറങ്ങിയതും പാറക്കഷണം ഇവിടെ കൊണ്ടുവന്നതും ഒക്കെ നിങ്ങൾക്ക് അത്ഭുതമായി തോന്നാമെങ്കിലും അതിനേക്കാൾ ഒരു അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, ദൈവമായിരിക്കുന്ന കർത്താവ് സ്വർഗത്തിൽ നിന്ന് താണ ലോകത്തിൽ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ സഞ്ചരിച്ചതാണ്, ഈ ഭൂമിയിൽ നടന്നതാണ് അതിനേക്കാൾ വലിയ അത്ഭുതമെന്ന് അദ്ദേഹം പറയുവാനിടയായി. ഞാനിത് ഓർപ്പിച്ചതിൽ താല്പര്യം എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവിൻ്റെ ആഴമായ സ്നേഹമാണ് താൻ സ്വർഗീയ മഹിമകൾ വിട്ട് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് എന്നുള്ള കാര്യം നാം മറക്കരുത്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ അത്ഭുതമാണെന്ന് മനസ്സിലാക്കി നാം ആ ദൈവസ്നേഹത്തെ ഓർത്ത് എപ്പോഴും നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ദൈവസ്നേഹത്തിന്റെ ഉയരം എന്താണെന്നറിയാമോ? ക്രിസ്തുവിന് ലഭിച്ചതായിരിക്കുന്ന ഉയർച്ചയാണ് ക്രിസ്തുവിന് ലഭിച്ച ഉയർച്ച. അങ്ങനെ പറയാൻ കാരണം, യേശു താണ ലോകത്തിൽ ഇറങ്ങി വന്ന് ക്രൂശിന്മേൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടവനായി തീർന്നുവെങ്കിലും കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് അവൻ വീണ്ടും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവൻ ഇപ്പോൾ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ദൈവസ്നേഹത്തിന്റെ ഉയരമെന്നാണ് ഒരു വ്യാഖ്യാതാവ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എല്ലാം കൂടെ ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ, നിത്യത മുതൽ ദൈവം നമ്മെ സ്നേഹിച്ച് പിതാവായിരിക്കുന്ന ദൈവം ആ സ്നേഹം ക്രൂശിൽ പ്രകടമാക്കി. ആ രക്തമുഖാന്തരം നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ മക്കളാക്കി. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ട് സ്നേഹത്തിൽ നമ്മെ മുൻകണ്ട ദൈവം പുത്രനോടുകൂടെ നമ്മെ ഉയർപ്പിച്ച് ഇപ്പോൾ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, നൂറ്റാണ്ടുകളായി നമുക്ക് വേണ്ടി അവനൊരു ഭവനം പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മെ ചേർപ്പാൻ യേശു വീണ്ടും വരും. ഇതെല്ലാം ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തിയാണ് കേട്ടോ. ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇതെല്ലാം ഒരു ധ്യാന വിഷയമാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ നാം എത്ര
ദൈവത്തെ സ്തുതിച്ചാലും ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താലും അത് മതിയാകുന്നതല്ല. നമ്മൾ കേവലം മൺപൊടികളാണല്ലേ, മൺപൊടികളാ. ദൈവം ഏദൻ തോട്ടത്തിൽ അവനെ സൃഷ്ടിച്ച് തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ച് ഭൂമിയിലെ രാജാവും രാജകുമാരിയും ആക്കിയ വെച്ചുവെങ്കിലും ദൈവം പറഞ്ഞതായിരിക്കുന്ന വാക്ക് ലംഘിച്ചത് മുഖാന്തരം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് പാപം ചെയ്ത് പാപിയായി തീർന്നു പോയെങ്കിലും ദൈവം മനുഷ്യനെ തള്ളിക്കളഞ്ഞില്ല. ദൈവം മനുഷ്യനെ തള്ളിക്കളഞ്ഞില്ല. വീണ്ടും അവനെ ദൈവപൈതലാക്കി തീർക്കുവാൻ പിതാവായ ദൈവം ചെയ്തതായിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപം മുഴുവനും പുത്രന്റെ മേലാക്കി പാപമില്ലാത്തവന്റെ രക്തം നമുക്ക് വേണ്ടി മുഴുവൻ ഊറ്റിത്തന്ന് ആ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് സ്വന്തം മക്കളാക്കി വീണ്ടും തീർത്ത് നാം ഏത് സ്ഥാനത്തായിരുന്നു ആ സ്ഥാനത്തേക്ക് നമ്മെ കൊണ്ടുവരുവാൻ, പുത്രനോട് അനുരൂപമാക്കി തീർക്കുവാൻ, ശരീരത്തിന് വീണ്ടെടുപ്പ് നൽകി തേജസ് നമ്മെ ധരിപ്പിക്കുവാൻ, നിത്യത മുഴുവൻ ദൈവത്തോടുകൂടെ വാഴുവാൻ ദൈവം ചെയ്തതായിരിക്കുന്ന ഈ പ്രവൃത്തികൾ കേവലം ചെറുതല്ല. ഒരു ദൈവ പൈതലിന്റെ അവസ്ഥ ഓർത്തു നോക്കിയാൽ ഇതെല്ലാം അത്ഭുതങ്ങൾ തന്നെയാണ്. നാം എത്ര സ്തുതി അർപ്പിച്ചാലും എത്രമാത്രം ദൈവത്തിന് മഹത്വം അർപ്പിച്ചാലും അതൊന്നും മതിയാകുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്ലാസിന്റെ മധ്യേ ഒന്ന് ചിന്തിക്കാം, ദൈവം നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇനി ചെയ്യാനിരിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ മനുഷ്യൻ താഴ്മയുള്ളവനായി ഈ ലോകത്തിൽ ജീവിപ്പാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ പലരുടെയും ഭാവം കണ്ടാൽ തോന്നും അവരെന്തൊക്കെയോ ദൈവത്തിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത് പോലെ, അല്ലേ? അങ്ങനല്ല. ദൈവം നമുക്കാണ് ഇതെല്ലാം ചെയ്യുവാനായിട്ടിടയായ. നാം അതിന് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവകരങ്ങളിൽ നമ്മെ ഈ അവസരത്തിൽ സമർപ്പിക്കുകയും ചെയ്യാം എന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. അടുത്തതായിട്ടുള്ള വളർച്ചയുടെ അനുഭവം എന്തെന്നാൽ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുക എന്നുള്ളതാണ്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുക. ഈ പൗലോസിന്റെ ശൈലികളും പൗലോസിന്റെ പ്രയോഗങ്ങളും പൗലോസിന്റെ ഭാഷകളൊക്കെ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ വലിയ വിഷമമാണ്. എല്ലാം താൻ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് വളരെ പ്രയാസമുണ്ട്. എങ്കിലും നമുക്ക് ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മീയ ജ്ഞാനമാണ്. ആത്മീയ ജ്ഞാനമാണ് പരിജ്ഞാനം. അതിനൊരു നിർവചനം പറഞ്ഞാൽ, ദൈവം വെളിപ്പെടുത്തിയതായ സത്യങ്ങളെ ഗ്രഹിച്ച് പ്രായോഗിക ജീവിതത്തിൽ വരുത്തുന്നതാണ് പരിജ്ഞാനം.
ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ ഗ്രഹിച്ച് പ്രായോഗിക ജീവിതത്തിൽ വരുത്തുന്നതാണെന്ന് പരിജ്ഞാനം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുക. എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്ന് രണ്ട് അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ പറയാം. ഒരു വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന മാനുഷികമായ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അറിവും അനുഭവവുമാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഉണ്ടായിരിക്കേണ്ടത്. ഒരുവന് ലഭിച്ചിരിക്കുന്ന മാനുഷികമായ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അറിവും അനുഭവവുമാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഉണ്ടായിരിക്കേണ്ടത്. ഏകദേശം ഒരു അർത്ഥം അങ്ങനെയാണ് പറയാൻ കഴിയുന്നത്. വേറൊരർത്ഥം കൂടെ പറയാം. പറയുമ്പോൾ നമുക്കൊന്നുകൂടെ മനസ്സിലാകും. ദൈവത്തിൽ നിന്ന് എത്ര പ്രാപിച്ചാലും അറിഞ്ഞാലും പിന്നെയും നമ്മുടെ അറിവിനപ്പുറമായി പറയുവാനും അറിയുവാനും നിരവധി വസ്തുക്കൾ ശേഷിച്ചിരിക്കും. എല്ലാം മനസ്സിലായോ? നമ്മൾ ദൈവത്തെക്കുറിച്ച് എത്ര പഠിച്ചാലും എത്ര അറിഞ്ഞാലും ഉണ്ടല്ലോ, പിന്നെയും നമ്മൾ അനുഭവിച്ചതായിരിക്കുന്ന അറിവിനപ്പുറമായി വീണ്ടും അറിയുവാൻ ദൈവത്തിൽ ഒരുപാട് വസ്തുതകൾ അവശേഷിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ആയുസ് മുഴുവനും ദൈവത്തെക്കുറിച്ച് എത്ര അറിഞ്ഞെന്ന് പറഞ്ഞാലും, എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും, എത്ര പ്രാപിച്ചെന്ന് പറഞ്ഞാലും പിന്നെയും അറിയുവാനും പഠിക്കുവാനും ദൈവത്തിൽ അനേക വസ്തുതകൾ ശേഷിച്ചിരിക്കും. മനസ്സിലായല്ലോ? ഭക്തനായിരിക്കുന്ന യോബ് എന്താ പറയുന്നറിയാമോ? അവസാന അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ ഞാൻ കാണുന്നു. ആ ഭക്തന്റെ അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. നാം ആത്മാവിൽ നിറയും തോറും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവുമായിട്ട് ഓരോ ദിവസവും ബന്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് പ്രാപിച്ചിരിക്കുന്ന ദൈവാത്മാവിൽ ദൈവമക്കൾ നിറഞ്ഞുകൊണ്ടിരിക്കണം ഓരോ ദിവസങ്ങളിലും. അതുപോലെ ക്രിസ്തു നമ്മിൽ എത്രത്തോളം നിഗൂഢമായി വളരുമോ അത്രത്തോളം തന്നെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമായിട്ട് മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടതായ ആത്മീയ വിഷയങ്ങളാണ്. അടുത്തതായിട്ട് അവസാനമായിട്ട് നമുക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനുള്ളത്,
ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരിക. അതാണ് ഏഴാമത്തത്. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരിക. നമ്മുടെ നിറവിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരിക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവമാണ് നമ്മുടെ നിറവിന്റെ മാനദണ്ഡം. കർത്താവിനെ കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത് ആരിലാണ്? ക്രിസ്തുവിലാണ്, അല്ലേ? നാം ദൈവികമായ നിറവിന്റെ പൂർണതയിൽ എത്തേണ്ട മാർഗം ക്രിസ്തുവിലൂടെയാണ് എന്ന അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ നമ്മുടെ നിറവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നിറവിന്റെ മാനദണ്ഡം ദൈവമാണ്. ഞാൻ ഈ പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. നമ്മുടെ നിറവ് ആരാണ്? പരിശുദ്ധാത്മാവും. നിറവിന്റെ മാനദണ്ഡം ദൈവവുമാണ്. എഫേസ്യർ 5:18, 4:11 മുതൽ 16 വരെ. ഒരു മാനുഷിക സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറയാം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ. മനുഷ്യന് അവരവരുടെ ആത്മീയ നിലവാരത്തെ മറ്റുള്ളവരോട് ചേർത്ത് അളക്കാറുണ്ട്, അല്ലേ? പലരെയും നോക്കിയിട്ട് അവരവരുടെ ആത്മീയ നിലവാരത്തെ അളക്കാറുണ്ട്. എന്നിട്ട് സ്വയം പറയും, ഞാനാണ് മറ്റുള്ളവരെക്കാൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷെ ലോകത്തിലുള്ള ആരുമല്ല നമ്മുടെ നിറവിന്റെ മാനദണ്ഡം. നമ്മുടെ നിറവിന്റെ മാനദണ്ഡത്തിന്റെ അളവുകോൽ ദൈവമായിരിക്കണം, കേട്ടോ, ദൈവമായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ നിറവിനോളം നിറഞ്ഞു വരേണം എന്ന് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥം അതാണ് എന്ന് നാം മറന്നു പോകരുത്. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയുടെ 7 അനുഭവങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ തീരുകയാണ്. ഇനി അടുത്തത് 4-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. 7 അടിസ്ഥാനങ്ങൾ. 4-ാം അധ്യായത്തിലെ വിഷയം 7 അടിസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ 1-ാം അധ്യായത്തിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ 7, 2-ാം അധ്യായത്തിൽ എഫേസ്യ വിശ്വാസികൾ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന 7 ശാപഗ്രസ്തമായ അനുഭവം, 3-ാം അധ്യായത്തിൽ ക്രിസ്തീയ വളർച്ചയുടെ 7 അനുഭവങ്ങൾ, 4-ാം അധ്യായത്തിൽ 7 അടിസ്ഥാന കാര്യങ്ങൾ. 1, ഏക പ്രത്യാശ. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ്, കേട്ടോ. അതൊന്ന് വായിച്ചാട്ടെ പ്ലീസ്. 4 മുതൽ 6 വരെ വായിച്ചാട്ടെ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. മതി. ഇവിടെ 7 അടിസ്ഥാന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1, ഏക പ്രത്യാശ. 1 ഹോപ്പ്. ഏക പ്രത്യാശ.
അപ്പൊ ദൈവമക്കളെ അല്ലെങ്കിൽ ദൈവജനത്തെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് വിശുദ്ധ വിളിയാൽ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ് കേട്ടോ. ദൈവം തന്റെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് എന്തിനാണ്? ഏക പ്രത്യാശയ്ക്ക് വേണ്ടിയാ. ഏക പ്രത്യാശ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രത്യാശ ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ പ്രത്യാശ ലോകജനത്തിനില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ആരാണ്? പ്രത്യാശ ഉള്ളവരാ. ആ പ്രത്യാശയ്ക്കായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് കേട്ടോ. ഈ വചനം പഠിക്കുമ്പോഴും ആ പ്രത്യാശ നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. പ്രത്യാശ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ജീവനുള്ള പ്രത്യാശയാണെങ്കിൽ ജീവനുള്ള പ്രത്യാശ വളർന്നുകൊണ്ടിരിക്കണം. ജീവനുള്ള ഒരു വസ്തുവിന്റെ ലക്ഷണമാണ് വളർച്ച. അപ്പൊ ദൈവം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതെങ്കിൽ ഓരോ ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ പ്രത്യാശയും നമ്മോട് കൂടെ വളർന്നുകൊണ്ടിരിക്കേണ്ടതാ കേട്ടോ. വളർന്നുകൊണ്ടിരിക്കണം. പ്രത്യാശ കുറഞ്ഞു പോകരുതെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പ്രത്യാശ കുറഞ്ഞു പോകരുത്. ഒരു ദൈവവൈദ്യന്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം ആ വ്യക്തി പ്രത്യാശയുള്ള ഒരു വ്യക്തിയാണോ എന്ന് അറിയാം. അതിന്റെ ലക്ഷണങ്ങളെല്ലാം ആ വ്യക്തിയുടെ മുഖത്തുണ്ടായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രത്യാശ എന്താണ് നമ്മുടെ പ്രത്യാശ? നമ്മുടെ കർത്താവ് എത്ര വേഗത്തിൽ വരും. ഈ ലോകമക്കൾക്ക് ആ ചിന്തയില്ല കേട്ടോ. നമ്മള് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, കേരളത്തിന്റെ പല ഭാഗങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിലും നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്ന പ്രത്യാശ ഒന്നാണ്. എന്താണ് പ്രത്യാശ? നമ്മുടെ കർത്താവ് എത്ര വേഗത്തിൽ വരും. അത് മുഖാന്തരമായിട്ടുണ്ടാകുന്നതായ മഹത്വവും പ്രതിഫലവുമാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത് എന്ത്? പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ എന്നുള്ളൊരു പാട്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത്. അപ്പൊ പ്രത്യാശ നമ്മൾ ഓരോ ദിനം തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ജീവിതത്തിൽ കഷ്ടങ്ങളും ദുഃഖങ്ങളും നിരാശകളും നഷ്ടങ്ങളും പരിശോധനകളും ഒക്കെ ജീവിതത്തിൽ വന്നാലും അതിനെയെല്ലാം അതിജീവിച്ച ദൈവമക്കൾ മുൻപോട്ട് പോകുന്നതിന്റെ ഏക കാരണം എന്താണെന്നറിയാമോ? ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നത് കൊണ്ടാണ്. ഈ പ്രത്യാശയ്ക്കായി ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ പ്രത്യാശ നമ്മിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യാശ ഒന്ന്. അടുത്തത് ശരീരമൊന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? യഹൂദനും ജാതിയും ഒന്നായി തീർന്ന ശേഷം ക്രിസ്തുവിന്റെ മാർമിക ശരീരമായിരിക്കുന്ന സഭയായി തീർന്നിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. രണ്ട് ധ്രുവങ്ങളിൽ നിന്നവരാണ് ആരൊക്കെ? യഹൂദനും യഹൂദനല്ലാത്ത ജാതിയും. ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. യഹൂദൻ ദൈവത്തിന്റെ ജനമാണ്. പക്ഷേ ജാതികളെ ദൈവം അങ്ങനെ എണ്ണിയിട്ടില്ലായിരുന്നു. രണ്ട് പശ്ചാത്തലത്തിൽ, രണ്ട് ധ്രുവങ്ങളിൽ, രണ്ട് നിലകളിൽ ജീവിച്ച യഹൂദനെയും ജാതിയെയും
ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത് ദൈവസഭയാക്കി തീർന്നിരിക്കുന്നെങ്കിൽ ആ മാർമികമായിരിക്കുന്ന ശരീരത്തെയാണ് ഇവിടെ ശരീരം ഒന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവസഭയെ ശരീരത്തോട് ഉപമിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരീരം ഒന്നെന്ന് പറയാൻ കാരണം കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ടതായിരിക്കുന്ന മാർമിക ശരീരമായ സഭയെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. പെന്തക്കോസ്ത് നാള് മുതൽ നമ്മുടെ കർത്താവിന്റെ മധ്യാകാശത്തിലെ വരവ് വരെ, അഥവാ ദൈവസഭയുടെ ഉൽപ്രാവണം വരെ, ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന സകല വിശുദ്ധന്മാരും ഈ ദൈവസഭയുടെ അംഗങ്ങളാണ്, ദൈവസഭയുടെ അവയവങ്ങളാണെന്ന് മറന്നു പോകരുത്. പക്ഷേ ഈ അവയവങ്ങളാകുന്ന ദൈവമക്കൾ എല്ലാവരും കൂടെ കൂടുന്നതാണ് കർത്താവിന്റെ ശരീരം എന്ന് പറയുന്നതായ സാർവത്രിക സഭ. ഒരു ശരീരത്തിന് ഒരു ശിരസ്, ഒരു ശരീരത്തിന് ഒരു ഹൃദയം, ഒരു ശരീരത്തിന് ഒരു ലക്ഷ്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവസഭ കർത്താവിന്റെ ശരീരമാണെങ്കിൽ ഈ ശരീരത്തിന്റെ തല ആരാണ്? നമ്മുടെ കർത്താവ. ഈ ശരീരത്തിന്റെ ലക്ഷ്യം ഒന്ന് മാത്രം, അത് മറ്റൊന്നുമല്ല, കർത്താവ് വരും. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം കൂടെ സഹകരിച്ചതുകൊണ്ടല്ലേ ഇന്ന് ക്ലാസ്സിന് വന്നത്? അല്ലേ? നമ്മുടെ കാല് പറയാ ഇന്ന് ഞാൻ ക്ലാസ്സിന് കൂടുന്നില്ല, കൈ പറയുക ഇന്നത്തെ ക്ലാസ്സിന് ഞാൻ വരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ക്ലാസ്സിന് സംബന്ധിക്കാൻ പറ്റുമായിരുന്നു? ഇല്ല. ഒരു ശരീരത്തിന് നിലനിൽപ്പെന്ന് പറയുന്നത് അവയവങ്ങളുടെ ഐക്യമാകട്ടോ. അപ്പം ദൈവസഭയുടെ ഐക്യമാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിഭാഗീയ ചിന്ത ദൈവസഭയിൽ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ചിന്തിച്ച എന്താണ്? ഏക പ്രത്യാശ, ഏക ശരീരം. അടുത്തത് ആത്മാവ് ഒന്ന്. ആത്മാവ് ഒന്ന്, പ്രത്യാശ ഒന്ന്, ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. എന്ന് പറഞ്ഞാൽ യഹൂദനെയും ജാതിയെയും ഒരുപോലെ ആത്മീയ മരണത്തിൽ നിന്ന് വിടുവിച്ച് ജീവൻ പകർന്ന് ജീവിപ്പിച്ച ആത്മാവ് എന്നാണ് അവിടുത്തെ അർത്ഥം. ആത്മീയ മരണം മാറ്റിയത് ആത്മാവിന്റെ സഹായത്തോടുകൂടാണ്. അപ്പോൾ ഒരു വ്യക്തിയെ ആത്മീയ മരണത്തിൽ നിന്ന് വിടുവിച്ച് നിത്യജീവന്റെ അവകാശിയായി തീർത്തത് ആരാണ്? ഈ ആത്മാവ്. എഫെസ്യർ 1:13 അത് പറഞ്ഞിട്ടുണ്ട്. ദൈവസഭയിലേക്ക് വരുവാനും ഈ ദൈവസഭയെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈ ആത്മാവ്. ക്രിസ്തുവിന്റെ മാർമികമായിരിക്കുന്ന സഭയിലേക്ക് ആത്മാക്കളെ ഇന്നും ചേർത്തുകൊണ്ടിരിക്കുന്ന ദൗത്യം ഈ ആത്മാവിൻ്റെതാണ്. ക്രിസ്തുവിൽ വിശുദ്ധന്മാർക്കുള്ള ഐക്യം ഉളവാക്കുന്നത് ഈ ആത്മാവാണ്. വിശ്വാസികളെ ഓരോ ദിവസവും ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആത്മാവാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ആത്മാവൊന്ന്. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താട്ടെ. 1 കൊരിന്ത്യർ 12:13, 1
1 കൊരിന്ത്യർ 3:16, അപ്പോസ്തലപ്രവൃത്തി 1:8. നമ്മള് സമാഗമന കൂടാരം പഠിച്ച അവസരത്തിൽ സമാഗമന കൂടാരത്തിൽ വെച്ചിരിക്കുന്ന 48 പലകകളെ മുഴുവനും ബന്ധിച്ചിരിക്കുന്ന ഒരു അന്താഴമുണ്ട് എന്ന് നാം ചിന്തിച്ചത് ഓർമ്മ കാണും. 5 അന്താഴങ്ങളുണ്ട്. മുകളിൽ 2 അന്താഴം, താഴെ 2 അന്താഴം. നടുവിലത്തെ അന്താഴം എല്ലാ പലകളെയും ബന്ധിക്കുന്ന അന്താഴമാണ്. അവിടെ നമ്മൾ ചിന്തിച്ച കാര്യം എന്താണ്? മുകളിലത്തെ ഈ 2 അന്താഴങ്ങൾ 2 പലകകളെ മാത്രം ബന്ധിക്കുന്ന അന്താഴങ്ങളാണ്. താഴത്തെ അന്താഴവും അങ്ങനെ തന്നെയാണ്. പക്ഷേ നടുവിൽ കൊടുത്തിരിക്കുന്ന അന്താഴം 48 പലകളെയും ഒരുമിച്ച് ബന്ധിക്കുന്ന അന്താഴമാണ്. അത് പരിശുദ്ധാത്മാവിനെ ആകുന്നുവെന്ന് നമ്മൾ അന്ന് ചിന്തിച്ചത് ഈ അവസരത്തിൽ ഓർമ്മ കാണും എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് ലോകവ്യാപകമായിട്ട് കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും ബന്ധിക്കുന്ന ഒരു അന്താഴമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആത്മാവ് പലതില്ല, ആത്മാവ് ഒന്നാണ്. ആ ആത്മാവാണ് നമ്മളിലെല്ലാം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആത്മാവ് ഒന്ന് എന്ന് പറയാൻ കാരണം. ഇന്നത്തെ സമയം ഇവിടെ തീർന്നിരിക്കുന്നു.